ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാന്ഡം മുനികാന്ഡം അഥവാ യാജ്ഞവൽക്യകാന്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. ജൽപരൂപ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. സ്വമതത്തെ സ്ഥാപിക്കുവാനായിട്ട് മറ്റ് അഭിപ്രായങ്ങളോട് കൂടി വരുന്ന താർക്കികരെ നിരാകരിക്കലാണ് ജൽപരൂപം എന്ന പദം കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ഉദ്ദേശിക്കുന്നത്. 8 ചോദ്യകർത്താക്കൾ 9 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയോടുള്ള വാദപ്രതിവാദം ആണ് ജൽപരൂപ ഉപപത്തി പ്രകരണം. അതിൽ പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ഭുജു ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണം, പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. അടുത്തതായി ഷഷ്ഠ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഷഷ്ഠ ബ്രാഹ്മണം ഗാർഗി ബ്രാഹ്മണം അല്ലെങ്കിൽ ഓതപ്രോത ബ്രാഹ്മണം. ഷഷ്ഠ ബ്രാഹ്മണം, ഷഷ്ഠം എന്ന് വെച്ചാൽ 6, ആറാമത്തെ ബ്രാഹ്മണം. ഒരു മന്ത്രം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഗാർഗിയുടെ ചോദ്യം, ഒറ്റ ചോദ്യം, അതിന് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി. ഓതപ്രോത ബ്രാഹ്മണം പുസ്തകത്തിലുണ്ട്. ആ വാക്ക് തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് ഓതപ്രോത ബ്രാഹ്മണം എന്നും യാജ്ഞവൽക്യ മഹർഷി ഇതിന് പറയുന്നുണ്ട്. ഗാർഗി എന്ന ചോദ്യകർത്താവ് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തൊട്ടു മുമ്പുള്ള ബ്രാഹ്മണങ്ങളിലെല്ലാം ചോദ്യകർത്താക്കളുടെ പേര് ബ്രാഹ്മണം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണത്തിൻ്റെ പേര് ചോദ്യകർത്താക്കളുടെ പേരും ആയതുകൊണ്ട് ഗാർഗി ബ്രാഹ്മണമെന്നും ഇതിനെ പറയുന്നു. ഗാർഗിയുടെ ചോദ്യം ഓതപ്രോതത്തിനെ കുറിച്ചായതുകൊണ്ട് ഈ ബ്രാഹ്മണത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഓതപ്രോത ബ്രാഹ്മണം. ബ്രാഹ്മണം എന്ന സെക്ഷൻ, ഓരോ സെക്ഷൻ 9 സെക്ഷനായിട്ടാണ്. അതിൽ 6ാമത്തെ സെക്ഷൻ ഗാർഗിയാണ് ചോദ്യം ചോദിക്കുന്നത്. ഇതേ ഗാർഗി അഷ്ടമ ബ്രാഹ്മണത്തിൽ 8ാമത്തെ ബ്രാഹ്മണത്തിലും യാജ്ഞവൽക്യ മഹർഷിയോട് വീണ്ടും ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ബ്രാഹ്മണത്തിൻ്റെ പേരാണ് അക്ഷര ബ്രാഹ്മണം, 8ാമത്തെ ബ്രാഹ്മണം. അവിടെയും ഗാർഗി തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ 9 ബ്രാഹ്മണങ്ങളായിട്ടാണ് 3ാമത്തെ അധ്യായം യാജ്ഞവൽക്യ മഹർഷി ക്രോഡീകരിച്ചിരിക്കുന്നത്. ഗാർഗി എന്ന വാക്കിൻ്റെ അർത്ഥം ഗർഗഗോത്ര ജാനാതി ഇതി ഗാർഗി. ഗർഗ ഗോത്ര ജാനാതി, ഗർഗ ഗോത്ര ജാനാതി ഇതി ഗാർഗി. ഗർഗഗോത്രത്തിൽ ജാനാതി ജനിച്ചവർ, ജാനാതി എന്ന സ്ത്രീലിംഗം വരും, അതുകൊണ്ട് ജനിച്ചവൾ. ഗർഗഗോത്രത്തിൽ, ഗർഗ മഹർഷിയുടെ ഗോത്രത്തിലാണ് ഗാർഗി തൻ്റെ ശരീരം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കുലത്തിനോട് അല്ലെങ്കിൽ ഗോത്രത്തിനോടുള്ള ആദരണാർത്ഥം ഗാർഗിയുടെ പിതാവ് ഗാർഗി എന്ന നാമം കൊടുത്തു. അങ്ങനെയാണ് ഗാർഗി എന്ന വാക്ക് വന്നത്. ഗാർഗി ഇന്നലെ എനിക്ക് നമ്മുടെ വടകരയിലുള്ള അച്യുതൻ, ആ അച്ഛൻ വോയിസ് മെസ്സേജ് അയച്ചു.
യാജ്ഞവൽക്യ മഹർഷിയുടെ ഭാര്യയാണോ ഗാർഗി? അല്ല, ഒരിക്കലും അല്ല. യാജ്ഞവൽക്യ മഹർഷിക്ക് 2 പത്നിമാരാണ് ഉള്ളത്. ഒന്ന് കാത്യായനി എന്നാണ് ഒന്നാമത്തെ പത്നിയുടെ പേര്, രണ്ടാമത്തെ പത്നിയുടെ പേര് മൈത്രേയി എന്നാണ്. ഇവിടെ മൂന്നാമതരായി ഒരു സ്ത്രീ കഥാപാത്രം ബൃഹദാരണ്യക ഉപനിഷത്തിൽ വരുന്നത് ഗാർഗിയാണ്. ഗാർഗി എന്നത് ജനക മഹാരാജാവിൻ്റെ ജനകസഭയിലെ നവരത്നങ്ങളിൽ ഒന്നാണ്. നവം എന്ന് വെച്ചാൽ 9. രത്നം എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ഡിതർ. 9 പണ്ഡിത രത്നങ്ങളുണ്ട്, 9 പണ്ഡിതന്മാർ. അതിൽ സ്ത്രീയോ പുല്ലിംഗോ ഇല്ല, പണ്ഡിതർ എന്ന വാക്കിന്. അതിൽ ഒരാളായിരുന്നു ഗാർഗി. നവരത്നം അതിൽ നിന്നാണ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറയുന്ന ഈ നമ്മൾ ഉപയോഗിക്കുന്ന രത്നം അതല്ല, ഇവിടെ നവരത്നം എന്ന് വിളിക്കുന്നതിന് കാരണം പാണ്ഡിത്യത്തിൻ്റെ വിശേഷണാർത്ഥമാണ് രത്നം എന്ന് പറയുന്നത്. അതിൽ ഒരു രത്നമായിരുന്നു ജനക മഹാരാജാവിൻ്റെ ജനകസഭയിലെ ഒരു രത്നമാണ് ഗാർഗി. അനേകം പണ്ഡിതന്മാരുണ്ട്, ബാക്കി 8 പേരുടെ പേര് പറയുന്നില്ല, കാരണം അവരൊന്നും ഇവിടെ കഥാപാത്രങ്ങളായി വരുന്നില്ല. അപ്പം ഇവിടെ നമ്മളിപ്പം പുതിയ ഭാഷയിൽ പറഞ്ഞ ഈ മന്ത്രിമാർക്കൊക്കെ ഇല്ലേ ചീഫ് സെക്രട്ടറിമാർ, അഡ്വൈസറി ബോർഡ് എന്ന് പറയും പുതിയ രീതിയിൽ പറയുകയാണെങ്കിൽ. അതായത് ആ ജനക മഹാരാജാവിൻ്റെ ആ രാജ്യം മുഴുവൻ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലെയൊക്കെ അഡ്വൈസറി ബോർഡ് അവരാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്, ധനം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ സർവ്വകാര്യങ്ങളുടെയും അതിൻ്റെ ഇങ്ങനെയാണ് ഒരു രാജ്യം സമ്പന്നമാക്കേണ്ടത്, നീതിയോടുകൂടി ജനങ്ങൾക്ക് രാജ്യത്തിൻ്റെ അധീനതയിൽ ഉള്ള ജനങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം നൽകാം, അവർ നീതിയോടുകൂടി ധർമ്മത്തോടുകൂടി അവരെ എങ്ങനെ സംരക്ഷിക്കാം ഇത്യാദി സർവ്വകാര്യങ്ങളും ജനക മഹാരാജാവിന് ഉപദേശിക്കുന്നു. അപ്പം ഉപദേഷ്ടാക്കൾ എന്നും പറയാം. പാണ്ഡിത്യം എന്ന് വെച്ചാൽ അവർക്ക് വേദം മുഴുവൻ കാണാണ്ടറിയാമെന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ഒരു രാജ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്, സമ്പന്നമാക്കേണ്ടത് ഇത്യാദി ഉപദേശങ്ങൾ രാജാവിന് നൽകുക. അങ്ങനെ 9 പേരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഗാർഗി. എന്നാലോചിച്ച് നോക്കി, സ്ത്രീലിംഗമാണ് അല്ലേ, അല്ലെങ്കിൽ സ്ത്രീ ശരീരമാണ്. എന്നിട്ടും അതിൽ അന്നത്തെ കാലത്തൊക്കെ വളരെ ശ്രേഷ്ഠമായിരുന്നു. പിന്നീട് വന്ന ഈ കലിയുഗം ആരംഭിച്ചപ്പോഴാണ് ഇത് വളരെ മോശമാകാൻ തുടങ്ങിയത്. പക്ഷെ അന്ന് ജനക മഹാരാജാവിൻ്റെ സഭയിൽ അനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു ജനകപുരി എന്നത്. അപ്പം ആ നാട്ടുരാജ്യങ്ങളെയൊക്കെ ക്രോഡീകരിച്ച്, അപ്പം നമ്മുടെ തന്നെ ഭാരതം എടുത്തോളൂ, 28 സംസ്ഥാനങ്ങൾ ചേരുന്നതാണ് അല്ലേ ഈ മഹാഭൂമി എന്ന് പറയാം, അല്ലെ മഹാരാഷ്ട്രം എന്ന് പറയുന്നു അല്ലേ. അപ്പം ഇതിനെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ചുറ്റളവിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഓരോ മന്ത്രിസഭയില്ല, അതുപോലെ. അപ്പോൾ ഈ ജനകപുരിയാകുന്ന രാജ്യസഭ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്, അതിൻ്റെ ക്ഷേമകാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഈ 9 പണ്ഡിതന്മാരായിരുന്നു. അതിലൊന്നാണ് ഗാർഗി. ഗർഗമുനിയുടെ ഗോത്രത്തിൽ ജനിച്ചവളായതുകൊണ്ട് ഗാർഗി എന്ന പേര്. ഗാർഗിയുടെ പിതാവ് വാജക്നു എന്നായിരുന്നു പിതാവിൻ്റെ പേര്. നമ്മുടെ മന്ത്രത്തിൽ തന്നെ വരുന്നുണ്ട്. വാജക്നവി എന്ന മറ്റൊരു പേരും കൂടെ ഗാർഗിക്കുണ്ട്. വാജക്നുവിൻ്റെ പുത്രി, വാജക്നുഹു പുത്രി യസ്യ സഹ ഇതി വാജക്നവി, വാജക്നുവിൻ്റെ പുത്രിയായി ജനിച്ചവൾ. അതുകൊണ്ട് ഗാർഗിയുടെ മറ്റൊരു പേരാണ് വാജക്നവി. പക്ഷെ ആ പേരത്ര പ്രസിദ്ധമല്ല. ഗാർഗി എന്നാണ് എല്ലാവരും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഗാർഗി ബ്രഹ്മവാദിനിയായിരുന്നു. എങ്ങനെയാണോ മൈത്രേയി നമ്മൾ കണ്ടിരുന്നു അല്ലേ, മൈത്രേയി എന്നത് ജനക മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയുടെ പുത്രി അല്ലേ.
മൈത്രേയിയുടെയും വിശേഷണം എന്തായിരുന്നു? ബ്രഹ്മവാദിനി. നമ്മൾ കണ്ടിരുന്നു എക്സ്പൗണ്ടർ ഓഫ് വേദ എന്നുള്ളത്. അതായത് വേദത്തിൻ്റെ സ്ത്രീ വ്യാഖ്യാതാക്കളെയാണ് ബ്രഹ്മവാദിനി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഗാർഗിയും ബ്രഹ്മവാദിനിയായിരുന്നു. ത്രേതായുഗത്തിൽ പ്രസിദ്ധമായ ബ്രഹ്മവാദിനികൾ 2 പേരായിരുന്നു. ഒന്ന് മൈത്രേയിയും മറ്റൊന്ന് ഗാർഗി. പിന്നെ കലിയുഗം എത്തിയപ്പോൾ ഉഭയഭാരതി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികളുടെ ശിഷ്യൻ്റെ മണ്ഡനമിശ്രൻ്റെ ഭാര്യയും അവരെയും ബ്രഹ്മവാദിനി എന്ന് ശാസ്ത്രം വിശേഷിപ്പിച്ചിരുന്നു. ത്രേതായുഗത്തിൽ ഇവർ 2 പേരുമാണ്. ഒന്ന് മൈത്രേയി, മറ്റൊന്ന് ഗാർഗി. അതായത് തൻ്റെ സാധനയിലൂടെ മന്ത്രരാശികളെ സ്വായത്തമാക്കിയവൾ, അവരെയാണ് ബ്രഹ്മവാദിനി എന്ന് വിളിക്കുന്നത്. ഗാർഗിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ദുർഗ എന്ന പേരും ഉണ്ട്. അത്ര പ്രസിദ്ധമായ പേരല്ല, നിങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്തിലും കാണൂല്ല പേര്, പക്ഷെ മറ്റൊരു നാമവും കൂടെയാണ്. ആ പേര് എവിടെയെന്ന് വെച്ചാൽ ഗാർഗി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗാർഗി സംഹിത എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ മനുസ്മൃതി എന്നൊക്കെ കേട്ടില്ലേ, യാജ്ഞവൽക്യ സംഹിത ഇത്യാദി സംഹിതകളുണ്ട്. അതായത് അതിൽ ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ അധികമായി വരുന്ന ഗ്രന്ഥത്തെ അതാണ് സംഹിതകളെന്ന് പറയുന്നത്. ഒരു ബ്രഹ്മചാരിയുടെ ധർമ്മം അത് വിസ്തരിച്ചാണ്, ഒരു ധർമ്മമല്ല, അനേകമുണ്ട്. അത് ഓരോ ആശ്രമികൾക്കും ഓരോ രീതിയിലുള്ള ധർമ്മങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികമായി ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സംഹിതകൾ. അവിടെ ഗാർഗി ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഗാർഗി സംഹിത എന്നുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഗാർഗിയുടെ മറ്റൊരു നാമമായ ദുർഗ എന്നുള്ള നാമവും പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അത്ര പോപ്പുലർ അല്ല പേര്, പക്ഷെ ഈ ഒരു പേരും കൂടെ ഗാർഗിക്കുണ്ട്. ഗാർഗി താമസിച്ചിരുന്നത് മിഥിലാപുരിവാസിയായിരുന്നു ഗാർഗി. മിഥിലാപുരി ഇപ്പോഴത്തെ ബീഹാറിൽ. നമ്മൾ ഭാരതം സംസ്ഥാനങ്ങളായി വിഭജിച്ച് ഗാർഗിയുടെ പൂർവാശ്രമങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുണ്ട്. നിങ്ങൾ ബീഹാറിൽ പോയി മിഥിലാപുരി എന്നുള്ള അവിടെ പോയാൽ ഗാർഗിയുടെ വലിയ പ്രതിമയൊക്കെ കാണാം. അവിടെ ഗാർഗിക്ക് വേണ്ടിയുള്ള പൂജകൾ, അവരുടെ ആദരണാർത്ഥം അവരെ ആ മിഥിലാപുരിയിൽ ഗാർഗിയുടെ പ്രതിമകളൊക്കെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇതാണ് ഗാർഗിയുടെ ഒരു എന്താ പറയുക വിശേഷണങ്ങൾ, അല്ലെ ബയോഡേറ്റ എന്നോ എന്ത് വേണേലും പറയാം. അങ്ങനെയുള്ള ഗാർഗി. ഇപ്പം മറ്റുള്ളവരെ കുറിച്ച് നമ്മളിപ്പോൾ കണ്ട ഉഷസ്തൻ, കഹോലർ ഇത്യാദി കഥാപാത്രങ്ങളെക്കുറിച്ച് ഇത്രയും വലിയ ഡീറ്റെയിൽസ് ഇല്ല. പക്ഷെ ഗാർഗിയെക്കുറിച്ച് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അർത്ഥം ബ്രഹ്മവാദിനി ആയിരുന്നത് കൊണ്ടാണ്. അതാണ് പ്രധാന കാരണം. മറ്റുള്ള നമ്മളിപ്പോൾ കണ്ട ഉഷസ്തരായിക്കോട്ടെ, അവരൊക്കെ ശ്രേഷ്ഠർ തന്നെ. പക്ഷെ ഗാർഗി അതിലും മഹത്തായ ശ്രേഷ്ഠതയുള്ളവളാണ്. കാരണം ഒരാൾക്ക് ബ്രഹ്മവാദിനിയാകുക എന്നത് വളരെ പ്രയാസകരമാണ്. അതുമാത്രമല്ല, നവരത്നമാകുക എന്നുള്ളത് അതിലും പ്രയാസകരമാണ്. ഗാർഗി പണ്ഡിതോ മേധാവി, വളരെ ശ്രേഷ്ഠയാണ്. ആ ഗാർഗിയാണ് ഈ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുന്നത്. ഷഷ്ടബ്രാഹ്മണത്തിലും പിന്നെ അഷ്ടമ ബ്രാഹ്മണത്തിലും. 8ാമത്തെ ബ്രാഹ്മണം, അവിടെ 12 മന്ത്രങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇവിടെ ഒരു മന്ത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു വേവ് ലെങ്ത് മനസ്സിലാകും, എത്ര വ്യത്യാസമുണ്ട് എന്നത്. അവിടെ കുറച്ചും കൂടെ വിസ്തരിച്ചുള്ള ചോദ്യങ്ങളാണ് ഗാർഗി ചോദിക്കുന്നതും അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നു. പൊതുവേ വിദ്വത്സഭയുടെ രീതി ഒരു ചോദ്യം ചോദിക്കാനേ ഒരാൾക്ക് അവസരമുണ്ട്. അത് അവർ ഉപരമിച്ചതിന് ശേഷം, ഇവിടെ നമ്മൾ 1ാമത്തെ മന്ത്രം 6ാം ബ്രാഹ്മണത്തിൽ അവസാനം ഗാർഗി ഉപരരാമ എന്ന് പറയുന്നുണ്ട്. ഉപരമിച്ചതിന് ശേഷം അവർക്ക് വീണ്ടും ചാൻസ് കൊടുക്കുക. സെക്കൻഡ് ചാൻസ് എന്നുള്ളത് വിദ്വത്സഭയിലെ പൊതുവേ ഉള്ള നിയമത്തിന് എതിരായിട്ടാണിത്. പക്ഷെ ഗാർഗിക്ക് 2ാമത് അക്ഷരബ്രാഹ്മണത്തിൽ
വീണ്ടും ചോദിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അതിന് കാരണം ഗാർഗിയുടെ ശ്രേഷ്ഠത അധ്യക്ഷനായ ജനക മഹാരാജാവിന് അറിയാം, അല്ലേ? നവരത്നമാണ്, രാജാവിൻ്റെ ഉപദേഷ്ടാവാണ്. ആ ഉപദേഷ്ടാവിനെ എത്രമാത്രം മഹത്വമുള്ള ആളാണ്, എത്രമാത്രം പണ്ഡിതയാണെന്നൊക്കെ ജനക മഹാരാജാവിനും അറിയാം. യാജ്ഞവൽക്യ മഹർഷിക്ക് ഓഫ് കോഴ്സ് അറിയാം. പക്ഷെ ജനക മഹാരാജാവ് ഗാർഗിക്ക് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഗാർഗി അഷ്ടമ ബ്രാഹ്മണത്തിൽ 12 മന്ത്രങ്ങളായിക്കൊണ്ട് അക്ഷരബ്രാഹ്മണം ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇനി നമ്മൾ 6ാമത്തെ ബ്രാഹ്മണത്തിലേക്ക് വരുമ്പോൾ തൊട്ടു മുമ്പുള്ള ബ്രാഹ്മണങ്ങളിൽ കഹോല ബ്രാഹ്മണം, ഉഷസ്ഥ ബ്രാഹ്മണം, ഇവരെ രണ്ടുപേരും ഉഷസ്ഥരും കഹോലരും സർവാന്തരഹ എന്നുള്ള വാക്കാണല്ലോ, അല്ലേ? അപരോക്ഷ ബ്രഹ്മ യാ ആത്മാ സർവാന്തരഹ അപരോക്ഷ ബ്രഹ്മ, അല്ലേ എന്നുള്ള ചോദ്യമാണല്ലോ ചോദിച്ചത്. അതിന് പഞ്ചപ്രാണ വിവേകത്തിലൂടെ ഷഡൂർമി വിചാരത്തിലൂടെ ഇവർക്ക് രണ്ടുപേർക്കും പുത്രേഷണേഷണാത്രയ വിചാരങ്ങളിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്തു യാജ്ഞവൽക്യ മഹർഷി. വീണ്ടും ഗാർഗി സർവാന്തരഹ എന്ന വാക്ക്, ആ വാക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഈ ഷഷ്ടബ്രാഹ്മണത്തിലെ ഗാർഗിയുടെ ചോദ്യം. ഈ ബ്രാഹ്മണത്തിന് സർവാന്തര വിചാരമെന്നും പറയും, അല്ലേ? വിചാരം എന്ന് വെച്ചാൽ എലാബറേറ്റ് ഡിസ്കഷൻ, വളരെ വിസ്തരിച്ചുള്ള സംവാദം, ചോദ്യോത്തര സംവാദം. എന്തിനെക്കുറിച്ച്? സർവാന്തരഹ എന്ന വാക്ക്, അതിനെക്കുറിച്ച് ഗാർഗി യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം തന്നെയാണ് അഷ്ടമ ബ്രാഹ്മണം. ഇപ്പം അഷ്ടമ ബ്രാഹ്മണവും അക്ഷരബ്രാഹ്മണം എന്ന് നമ്മൾ പറഞ്ഞു, അവിടെയും സർവാന്തര ആത്മവിചാരമാണ്. സർവാന്തരഹ എന്ന വാക്ക് തന്നെയാണ് ഗാർഗി ചോദിക്കുന്നത്. ഗാർഗി വാജജ്ഞവി ചോദ്യം ആരംഭിക്കുകയാണ്. നമുക്കതിനെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം, ഷഷ്ടബ്രാഹ്മണം ഗാർഗി ബ്രാഹ്മണം അഥവാ ഓതപ്രോത ബ്രാഹ്മണം. പ്രഥമ മന്ത്രം. അധഃ ഏനം ഗാർഗി വാജജ്ഞവീ പപ്രച്ഛ. യാജ്ഞവൽക്യ ഇതിഹോവാച. യദിദം സർവം അപ്സു ഓദം ച പ്രോതം ച കസ്മിന്ന് ഖലു ആപഃ ഓദാച്ച പ്രോതാച്ച ഇതി. വായൗ ഗാർഗി ഇതി. കസ്മിന്നു ഖലു വായുഃ ഓദാഹ. വിസർഗമുണ്ട് എല്ലായിടത്തും. പുസ്തകത്തിൽ സമസ്ത പദമായിട്ടാണ് പാരായണം ചെയ്യുമ്പോൾ ഭഗവാൻ പാണിനി മഹർഷിയുടെ വ്യാകരണം അനുസരിച്ച് നമ്മൾ പദം ഛേദിക്കുമ്പോൾ ഇങ്ങനെയാണ് ഛേദിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ അന്വയിക്കേണ്ടത്. കസ്മിന്നു ഖലു വായുഃ ഓദാഹ ച പ്രോതാഹ ഇതി. അന്തരീക്ഷലോകേഷു ഗാർഗി ഇതി. കസ്മിന്നു ഖലു അന്തരീക്ഷലോകാഃ ഓദാഹ ച പ്രോതാഹ ച ഇതി. ഗന്ധർവലോകേഷു ഗാർഗി ഇതി. കസ്മിന്നു ഖലു ഗന്ധർവലോകാഃ ഓദാഹ ച പ്രോതാഹ ച ഇതി. ആദിത്യലോകേഷു ഗാർഗി ഇതി. കസ്മിന്നു ഖലു ആദിത്യലോകാഃ ഓദാഹ ച പ്രോതാഹ ച ഇതി. ചന്ദ്രലോകേഷു ഗാർഗി ഇതി. കസ്മിന്നു ഖലു ചന്ദ്രലോകാഃ ഓദാഹ ച പ്രോതാഹ ച ഇതി. നക്ഷത്രലോകേഷു ഗാർഗി ഇതി. കസ്മിന്നു ഖലു നക്ഷത്രലോകാഃ ഓദാഹ ച പ്രോതാഹ ച ഇതി. ദേവലോകേഷു ഗാർഗി ഇതി. കസ്മിന്നു ഖലു
देवलोकाः ओदाः च प्रोदाः च इति इन्द्रलोकेषु गार्गी इति कस्मिन् खलु इन्द्रलोकाः ओदाः च प्रोदाः च इति प्रजापतिलोकेषु गार्गी इति कस्मिन् खलु प्रजापतिलोकाः ओदाः च प्रोदाः च इति ब्रह्मलोकेषु गार्गी इति कस्मिन् खलु ब्रह्मलोकाः ओदाः च प्रोदाः च इति सहोवाच गार्गी मा अधिप्राक्षीः രണ്ട് പദമാണത് മാതിപ്രാക്ഷി എന്ന് വെച്ചാൽ മാ അധികം അധിപ്രാക്ഷീഹി മാ അധികം അധിപ്രാക്ഷീഹി മാ തേ മൂർധ വ്യപക്തദ് അനധിപ്രശ്ന വൈ ദേവതാം അധിപൃച്ഛസി ദേവതാം അധികം മകാരം അവിടെ നിർത്തിയിട്ട് അധിപൃച്ഛസി ദേവതാം അധിപൃച്ഛസി ഗാർഗി മാ അധിപ്രാക്ഷീഹി മാ അധികം അധിപ്രാക്ഷീഹി ഇതി മാധിപ്രാക്ഷിരിതി മൂന്ന് പദമാണത് മാ അധിപ്രാക്ഷീഹി ഇതി തതോഹ ഗാർഗി വാജഗ്നവീ ഉപരരാമ വാജഗ്നവീ ഉപരരാമ ഒരുമിച്ച് പാരായണം ചെയ്യാം അധഃ ഏനം ഗാർഗി വാജഗ്നവീ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച യതിദം സർവം അപ്സു ഓദം ച പ്രോദം ച കസ്മിന്നു ഖലു ആപഃ ഓദം ച ഓദാഹ ച പ്രോദാഹ ച അവിടെ എല്ലാം വിസർഗമുണ്ട് ഓദാഹ ച പ്രോദാഹ ച ഇതി വായൗ ഗാർഗി ഇതി കസ്മിന്നു ഖലു വായുഃ ഓദാഹ ച പ്രോദാഹ च इति अन्तरिक्षलोकेषु गार्गी इति कस्मिन् खलु अन्तरिक्षलोकाः ओदाः च प्रोदाः च इति गन्धर्वलोकेषु गार्गी इति कस्मिन् खलु गन्धर्वलोकाः ओदाः च प्रोदाः च इति आदित्यलोकेषु गार्गी इति कस्मिन् खलु आदित्यलोकाः ओदाः च प्रोदाः च इति चन्द्रलोकेषु गार्गी इति कस्मिन् खलु चन्द्रलोकाः ओदाः च प्रोदाः च इति नक्षत्रलोकेषु गार्गी इति कस्मिन् खलु नक्षत्रलोकाः ओदाः च प्रोदाः च इति देवलोकेषु गार्गी इति कस्मिन् खलु देवलोकाः ओदाः च प्रोदाः च इति इन्द्रलोकेषु गार्गी इति कस्मिन् खलु इन्द्रलोकाः ओदाः च प्रोदाः च इति प्रजापतिलोकेषु गार्गी इति कस्मिन् खलु प्रजापतिलोकाः ओदाः च प्रोदाः च इति ब्रह्मलोकेषु गार्गी इति कस्मिन् खलु ब्रह्मलोकाः ओदाः च प्रोदाः च इति सहोवाच गार्गी मा अधिप्राक्षीः मा दे मूर्धा व्यपक्तद् अनधिप्रश्न्यां वै देवताम् अधिपृच्छसि गार्गी मा अधिप्राक्षीः इति ततोह गार्गी वाजग्नवी उपरराम अधः एनं गार्गी वाजग्नवी पप्रच्छ याज्ञवल्क्य इति होवाच यदिदं सर्वम्
अप्सु ओदं च प्रोदं च कस्मिन्नु खलु आपः ओदाः च प्रोदाः च इति वायौ गार्गि इति कस्मिन् खलु वायुः ओदाः च प्रोदाः च इति अन्तरिक्षलोकेषु गार्गि इति कस्मिन्नु खलु अन्तरिक्षलोकाः ओदाः च प्रोदाः च इति गन्धर्वलोकेषु गार्गि इति कस्मिन्नु खलु गन्धर्वलोकाः ओदाः च प्रोदाः च इति आदित्यलोकेषु गार्गि इति कस्मिन्नु खलु आदित्यलोकाः ओदाः च प्रोदाः च इति चन्द्रलोकेषु गार्गि इति कस्मिन्नु खलु चन्द्रलोकाः ओदाः च प्रोदाः च इति नक्षत्रलोकेषु गार्गि इति कस्मिन्नु खलु नक्षत्रलोकाः ओदाः च प्रोदाः च इति देवलोकेषु गार्गि इति कस्मिन्नु खलु देवलोकाः ओदाः च प्रोदाः च इति इन्द्रलोकेषु गार्गि इति कस्मिन्नु खलु इन्द्रलोकाः ओदाः च प्रोदाः च इति प्रजापतिलोकेषु गार्गि इति कस्मिन्नु खलु प्रजापतिलोकाः ओदाः च प्रोदाः च इति ब्रह्मलोकेषु गार्गि इति कस्मिन्नु खलु ब्रह्मलोकाः ओदाः च प्रोदाः च इति सहोवाच गार्गि मा अधिप्राक्षीः मा ते मूर्धा व्यपप्तद् अनधिप्रश्न्यां वै देवताम् अधिपृच्छसि गार्गि मा अधिप्राक्षीः इति तदोह गार्गि वाजक्नवि उपरराम. ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ അടുത്തതായി യാജ്ഞവൽക്യ മഹർഷിയോട് കഹോലൻ ഉപരമിച്ചതിനനന്തരം അതാ അല്ലേ, എല്ലാ ബ്രാഹ്മണവും അശ്വര ബ്രാഹ്മണം ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാഹ്മണവും അധഹ ഏനം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനർത്ഥം എന്താണ്? ഓരോ ചോദ്യകർത്താക്കൾ അവരുടെ ചോദ്യം ചോദിച്ച് ഉത്തരം യാജ്ഞവൽക്യ മഹർഷിയുടെ നിന്നും കേട്ടതിനനന്തരം ആ ഉത്തരത്തിൽ അവർ തൃപ്തരാണ്. അതിനനന്തരം ഉപരമിച്ചതിനും അനന്തരം എന്നാണ് അധഹ ഏനം. അതിന് അടുത്തതാരാണ്? ഗാർഗി. ഗാർഗി എന്ന ചോദ്യം. അപ്പം നമ്മുടെ മനസ്സിൽ ആ വിദ്വത്സഭ ഉണ്ടാകണം. അധ്യക്ഷനായ ജനക മഹാരാജാവ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭടന്മാരൊക്കെ പുറകെ നിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നമ്മുടെ രാമായണം പണ്ട് ദൂരദർശനിലൊക്കെ വരുന്ന സീരിയൽ? അതിലല്ലേ അല്ലേ, രാജാവ് ഇങ്ങനെ വലിയ സിംഹാസനത്തിൽ അല്ലേ ഇങ്ങനെ ഇരിക്കുന്നു, വലിയ ആഭൂഷണങ്ങളൊക്കെ ആയിട്ട് പുറകിലിങ്ങനെ അവർക്ക് ദ്വാരപാലകർ അല്ലേ, വിശറി കൊണ്ടൊരാൾ അല്ലേ, അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നു. പിന്നെ രണ്ട് സഭയിലും അനേക സിംഹാസനങ്ങൾ, അവിടെ രാജഗുരുക്കൾ, ഉപദേഷ്ടാക്കൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതല്ലേ നമ്മൾ വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭ, രണ്ട് സൈഡിലും വിദ്വാൻമാരിയ്ക്കുന്നു വിദ്വത്സഭയിൽ. യാജ്ഞവൽക്യ മഹർഷിയോട് അടുത്തതായി ചോദ്യം ചോദിക്കുന്നു ഗാർഗി അല്ലേ, വാജക്നവി, രണ്ടു പേരുകൾ എല്ലായിടത്തും പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു അല്ലേ. രണ്ടു പേരുകൾ പൊതുവെ പറഞ്ഞിരുന്നു അവർ. അതിൽ ഒരു നാമമാണ് വിശേഷണാർത്ഥമുള്ളത്, മറ്റൊരു ഗൗണാർത്ഥമായിട്ട് അവരുടെ കുലഗോത്രാദി നാമങ്ങൾ. ഗാർഗി, ഗാർഗി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ഗർഗ മഹർഷിയുടെ ഗോത്രത്തിൽ ജനിച്ചവൾ ഗാർഗി. വാജക്നവി, വാജക്നവി സ്ത്രീലിംഗമാണ്. അതായത് വജക്നുവിൻ്റെ പുത്രി. വജക്നു പുത്രി യസ്യ സഹ ഇതി വാജക്നവി. വജക്നുവിൻ്റെ പുത്രി ആയി ജനിച്ചത് കൊണ്ട് ഗാർഗിയുടെ മറ്റൊരു
നാമം വാചജ്ഞവി. പക്ഷെ ആ നാമം അത്ര പ്രചാരത്തിലുള്ളതല്ല. ഗാർഗി എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. പപ്രച്ഛ, ആരോട് ചോദിച്ചു. പപ്രച്ഛ എന്ന് വെച്ചാൽ ചോദിച്ചു. ആരോട്? യാജ്ഞവൽക്യ ദിഹോവാച, യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ചോദിച്ചു. അല്ലയോ യാജ്ഞവൽക്യ മഹർഷരെ. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക്, ഇനി ഗാർഗിയുടെ സംഭാഷണമാണ് അടുത്തത്. യതിദം സർവം അപ്സു ഓദം ച പ്രോതം ച. നിങ്ങൾ വായിച്ചോന്നറിയില്ല, ഞാൻ അയച്ചിരുന്ന അത് തന്നെയാണ്. എളുപ്പമാണ് ഈ ബ്രാഹ്മണം. ഇനിയുള്ള അക്ഷര ബ്രാഹ്മണത്തിലാണ് കുറച്ചും കൂടെ തർക്ക വിതർക്കങ്ങൾ വരുന്നത് ഗാർഗിയുടെ. ഇവിടെ അധികം തർക്കിക്കാനുള്ള അവസരം മഹർഷി കൊടുക്കുന്നില്ല. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ഗാർഗി ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? യതിദം സർവം, ഈ കാണുന്ന സർവവും. ഈ കാണുന്ന സർവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, അതാണ്. അപ്സു, അപ്സു എന്ന് വെച്ചാൽ ജലം. ഓദം ച പ്രോതം ച, ആ ജലം ഓതപ്രോതമായിരിക്കുന്നത്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും ആ വാക്ക്. മലയാളത്തിൽ അതിന് ഊടും ഭാവം എന്ന് പറയും, അല്ലേ? മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിലും സ്വാമിജി ഉദാഹരണത്തിലൂടെ പറയുന്നുണ്ട്, അല്ലേ? ആ ഉദാഹരണം തന്നെയാണ് ഓദം പ്രോതം എന്ന വാക്കിന് വേദത്തിലുള്ള ഉദാഹരണം തന്നെയാണ് സ്വാമിജി എടുത്തിരിക്കുന്നത്. മുണ്ടിൽ നെടുകയും കുറുകയുമല്ല നൂല് പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഉദാഹരണമാണത്. ഊടും പാവും അതിനെയാണ് ഇവിടെ പറയുന്നത്. ഓദം, അതിൻ്റെ സംസ്കൃത, ഊടും പാവിൻ്റെ സംസ്കൃത പദമാണ് ഓദം പ്രോതം എന്ന് വെച്ചാൽ ഇന്റർ കണക്റ്റഡ് എന്ന്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് അസ്തിത്വമില്ല എന്നുള്ള ഇതാണ്. അപ്പം പതിപത്നി ഓദം പ്രോതം എന്നാണ് പറയുക, അല്ലേ? അവരില്ലെങ്കിൽ കുടുംബമില്ല. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടമല്ല, മുമ്പഴത്തെ പറയുകയാണ്. അതാണ് ഇവിടെ പറയുക. ഓദം ച പ്രോതം ച, ഓദവും പ്രോതവും, അതായത് ജലത്തിൻ്റെ ഊടും പാവും എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഈ കാണുന്ന സർവവും, ഇവിടെ ജലം എന്നത് വേണ്ടവർ നോട്ട് ചെയ്തോളൂ, പഞ്ചമഹാഭൂതങ്ങളിൽ ഒരു മഹാഭൂതം ഉദാഹരണമായി പറയുന്നതേ ഉള്ളൂ. എല്ലാ മഹാഭൂതങ്ങളെയും പറയുന്നില്ല. ആകാശം പറയുന്നില്ല, അടുത്തത് വായു പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുകയാണ്. ആകാശം അടുത്ത് വരുന്ന അഗ്നി പറയുന്നില്ല. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. അതിൽ പൃഥിവി പറയുന്നില്ല, അഗ്നി പറയുന്നില്ല. ബാക്കി മഹാഭൂതങ്ങളിൽ 3 മഹാഭൂതം ഉദാഹരണമായി ഗാർഗി യാജ്ഞവൽക്യ മഹർഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മഹാഭൂതമായി ജലത്തിനെ ഗാർഗി ചോദിക്കുകയാണ്. അതായത് ശരിക്കും മഹാഭൂതം എന്ന് പറയുന്നത് എന്താണ്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഇതാണ് മഹാഭൂതത്തിൻ്റെ ഘടന. അല്ലെങ്കിൽ ആ ഒരു സിനോണിം നമ്പർ ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമുള്ള നേരിട്ടുള്ള ചോദ്യം അല്ലല്ലോ. അതുകൊണ്ട് മഹാഭൂതത്തിൽ ഒന്നാമത്തേതായ ആകാശം അല്ലെ അന്തരീക്ഷം ആദ്യം ചോദിക്കുക അങ്ങനെയൊന്നുമില്ല, അല്ലേ? ചോദ്യകർത്താവിന് ഏത് രീതിയിലും ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് ഗാർഗി ജലത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്സു, ഈ കാണുന്ന സർവവും ജലത്തിൽ ഓതപ്രോതമായിരിക്കുന്നു എന്ന് ഗാർഗി ചോദിക്കണം. എങ്കിൽ കസ്മിന്നു വെച്ചാൽ എങ്കിൽ, ഖലു ആപഹ ഓദാഹ ച പ്രോതാഹ ച ഇതി. എങ്കിൽ ഈ ജലം ഏതിലാണ് ഓതപ്രോതമായിരിക്കുന്നത്? അതായത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ജലത്തിനോട് കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെ? ഓതം പ്രോതം എന്നുള്ള വാക്കിന് നമുക്ക് പെട്ടെന്ന് ഓർക്കാം ഇന്റർ കണക്റ്റഡ് എന്നുള്ള അർത്ഥം എടുക്കാം, മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ജലമില്ലെങ്കിൽ നമ്മളില്ല, അല്ലെ? സർവ്വജീവരാശികളുടെയും നിലനിൽപ്പിന് വായു എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെ തന്നെ ജലം പ്രാധാന്യമാണ്. നമ്മുടെ തന്നെ ശരീരം എടുക്കാം. അതാണ് യതിദം സർവം എന്ന് ഇവിടെ ആദ്യം തന്നെ ഗാർഗി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഈ കാണുന്ന പ്രപഞ്ചം. അപ്പം ഈ പ്രപഞ്ചത്തിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയാണല്ലോ. അപ്പോൾ അവിടെ ജീവരാശികളുടെ നിലനിൽപ്പിന് ജലം ആവശ്യമാണല്ലോ. ജലം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ
ഗാർഗിയുടെ ചോദ്യം. നമ്മുടെ തന്നെ ശരീരത്തിൽ നമുക്കറിയാം കൂടുതലും ജലമാണ് അല്ലേ അല്ലേ? അതല്ലേ നമ്മളിങ്ങനെ ഭാരത്തോടു കൂടി ഇരിക്കുന്നത്, ജലമാണ് ശരീരം മുഴുവൻ. അത് ഇവിടെ ഗാർഗി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. അല്ലയോ മഹർഷേ, എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ ജലതത്വത്തിൻ്റെ അധീനതയിലാണെങ്കിൽ, അല്ലെങ്കിൽ ജലതത്വത്തെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ, ജലം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അതാണ് ഓദാഹ ച പ്രോദാഹ ച ഇതി. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു വായു ഗാർഗീതി, അത് വായുവിനെ ആശ്രയിച്ചിരിക്കുന്നു ഗാർഗി. ജലം മാത്രം പോരാ, നമുക്ക് നിലനിൽക്കാനായിട്ട് എന്തുകൂടെ വേണം? വായു തത്വം. പഞ്ചമഹാഭൂതത്തിനെ ആശ്രയിച്ചാണ് പ്രകൃതി ഇരിക്കുന്നതെന്നാണ് യാജ്ഞവൽക്യ മഹർഷി ഗാർഗിയോട് പറയുന്നത്. അതിൽ അഗ്നിതത്വത്തെ പൃഥ്വി തത്വത്തെയും ചോദിക്കുന്നില്ല ഗാർഗി. അപ്പം നമ്മളിത് മനസ്സിലാക്കിക്കോണം. ഇനി ഈ ലോകങ്ങൾ, അന്തരീക്ഷ ലോകം വരെയുള്ളത് പഞ്ചമഹാഭൂതം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഗാർഗിയുടെ ചോദ്യം. ഓദാഹ ച പ്രോദാഹ ച ഇതി വായു ഗാർഗീതി. വായുവിലാണ് ഈ ജലതത്വം ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെ വായുവിനെയാണ് ജലം ആശ്രയിച്ചിരിക്കുന്നത്. അടുത്തത് അന്തരീക്ഷ കസ്മിന്നു ഖലു വായുഹു ഓദം ച പ്രോദം ച ഇതി. അടുത്തത് ചോദിക്കുകയാണ് അന്തരീക്ഷ ലോകേഷു ഗാർഗീതി. അതായത് വായു എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അന്തരീക്ഷത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അന്തരീക്ഷ ലോകം, അതായത് അന്തരീക്ഷം എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങളിൽ ഒന്നാമത്തെ മഹാഭൂതമായ ആകാശം. നമ്മൾ കാണുന്ന നീലാകാശമല്ല, അന്തരീക്ഷം അല്ലെ? ആകാശം എന്ന വാക്കിൻ്റെ അർത്ഥം അന്തരീക്ഷം, സ്പേസ്. അതിനെയാണ് ഇവിടെ പറയുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഗാർഗി. ഇനി എളുപ്പമാണ്, നിങ്ങൾ തന്നെ വായിച്ചു പഠിച്ചാൽ മതി. ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? ഓരോന്നും എന്തിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയെന്ന് പറഞ്ഞാൽ തൈത്തരീയ ഉപനിഷത്ത് 2-ാമത്തെ അധ്യായം ആനന്ദവല്ലി അല്ലേ? 2-ാമത്തെ അധ്യായം ആനന്ദവല്ലിയിൽ ആനന്ദമീമാംസ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. തൈത്തരീയ ഉപനിഷത്ത് കൃഷ്ണയജുർവേദം. അവിടെ 2-ാമത്തെ 3 വല്ലികളായിട്ട് 3 അധ്യായമായിട്ടാണ് തൈത്തരീയ ഉപനിഷത്ത്. അതിൽ 2-ാമത്തെ അധ്യായം, അതിൻ്റെ പേരാണ് ആനന്ദവല്ലി. അതിൽ ആനന്ദമീമാംസ എന്നൊരു വിചാരമുണ്ട്, ടോപ്പിക്കുണ്ട്. ആ ആനന്ദമീമാംസയിൽ ഓരോരുത്തരുടെയും ആനന്ദത്തിൻ്റെ ഗ്രഡേഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭൂലോകത്തെക്കാളും കൂടുതൽ സുഖമാണ് ഗന്ധർവലോകത്ത്, ഗന്ധർവലോകത്തെക്കാളും കൂടുതലാണ് സ്വർഗലോകത്ത്, സ്വർഗലോകത്തിനേക്കാൾ സുഖം സ്വർഗലോകത്ത് പോയാലും ഇന്ദ്രപദവി കിട്ടിയാലാണ് അതിലും വലിയ സുഖം, അതിലും 100 ഇരട്ടി സുഖമാണ് അടുത്ത സത്യലോകത്ത് പോയാൽ. അങ്ങനെയുള്ള ആനന്ദമീമാംസ ഗ്രഡേഷൻ, ഒരു ഹയറാർക്കി നമ്മൾ പഠിച്ചിരുന്നു. ജസ്റ്റ് എഴുതി വെച്ചോളൂ. അതിൻ്റെ അടിസ്ഥാനം, അതായത് ആ തൈത്തരീയ ഉപനിഷത്തിലെ ആനന്ദമീമാംസയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ഗാർഗി യാജ്ഞവൽക്യ മഹർഷിയോട് ഓരോ ലോകങ്ങളും എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം. തൈത്തരീയ ഉപനിഷത്ത് 2-ാം അധ്യായം ആനന്ദവല്ലി, അതിൽ ആനന്ദമീമാംസ എന്നുള്ള വിചാരം. ബാക്കി നിങ്ങൾ എഴുതി വെച്ചോളൂ. എപ്പോഴേലും എടുത്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ പഠിക്കാം. ഈ അനുവാദമൊന്നും, കാരണം പല പുസ്തകങ്ങളിലും പല ഇതായതുകൊണ്ട് അനുവാദം, എൻ്റെ പുസ്തകത്തിൽ അനുവാദം 8-ാമത്തെ 8-9 അനുവാദം 8-9, അതായത് 2.89 2-ാം അധ്യായം ബ്രഹ്മാനന്ദ മീമാംസ എന്നാണ്. 8-9 അനുവാദത്തിൻ്റെ പേര് ബ്രഹ്മാനന്ദ മീമാംസ.
ബാക്കി നമുക്ക് നാളെ ക്ലാസ്സില്ല, അറിയിക്കുന്നു. ഇവിടെ ഉത്തരകാശിയിൽ നിന്ന് അടുത്ത ജില്ലയുണ്ട്, ചമോലി എന്ന് പറഞ്ഞ്. നാളെ രാവിലെ അവിടെ വരെ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. 6 മണിക്കാണ് ഇവിടുന്ന് എല്ലാവരും പോകുന്നത്. അപ്പോൾ ആ കൂടെ പോയില്ലെങ്കിൽ പിന്നെ വണ്ടി കിട്ടില്ല, അങ്ങോട്ട് വണ്ടിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പോവുകയാണ്. അവിടെ ഒരു മഹാത്മാവ് സമാധിയാകാറായി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അറിയില്ല, നമ്മൾ ചെല്ലുമ്പോഴേക്കും ശരീരത്തോടു കൂടി കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു വലിയൊരു സ്വാമിജി, അദ്ദേഹം 50 വർഷമായി ഉത്തരാകാശിയിൽ വന്നിട്ട്. 15 വയസ്സിൽ ഇവിടെ വന്നതാണ്. അത് പിന്നെ 65 വയസ്സായി. തീരെ സുഖമില്ലെന്ന് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വാർത്തകൾ വരുന്നു. അപ്പോൾ ഒരുപാട് പേര് കാണണമെന്നപ്പോൾ സ്വാമിജിയും പറഞ്ഞു നിങ്ങൾ എന്തായാലും പോയി കാണണം. അതുകൊണ്ട് പോകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. നമ്മളെല്ലാവരും കൂടെ ആശ്രമത്തിൽ നിന്ന് നാളെ രാവിലെ 6 മണിക്ക് ചമോലിക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയി സ്വാമിജിയെ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അതിനു മുമ്പ് ശരീരം ഉപേക്ഷിച്ച് അത്രയും ഒരു ശരീരത്തിനോട് പ്രതികരിക്കാത്ത ഒരു നിലയിലാണ്. ഇന്നലെ രാത്രിയിൽ ആണ് അറിയുന്നത് എന്തായാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ രാവിലെ 6 മണിക്ക് ചമോലിക്ക് പോവാണ്. അതുകൊണ്ട് നാളത്തെ ക്ലാസ് നമുക്ക് ലൈവായിട്ട് എടുക്കാൻ പറ്റില്ല. നാളെ പാരായണം ചെയ്യാനായിട്ട് പേരിട്ടവർക്ക് അടുത്ത തിങ്കളാഴ്ച പാരായണം ചെയ്യാം. അവരുടെ പേര് ഒന്നുകൂടി ഇടാം. കാരണം ഇത് അപ്രതീക്ഷിതമായി വന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതും കൂടി ഉണ്ടായതുകൊണ്ടാണ് പോകേണ്ടത്. നാളെ പാരായണത്തിന് പേരിട്ടവർ, മുണ്ടകോപനിഷത്ത് പാരായണത്തിന് പേരിട്ടവർ തിങ്കളാഴ്ച പാരായണം ചെയ്യാം. നാളെ അവധി. ബാക്കി നമുക്ക് ശനിയാഴ്ച പഠിക്കാം. അതിനുശേഷം പിന്നെ 4-5 ദിവസം കൂടെ, അടുത്ത ആഴ്ചയും കൂടെ ക്ലാസ് ഉള്ളൂ. നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിത്യോ. ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.